ഹലോ, നമുക്ക് ഒരു പഴയ സി ഡി യൂസ് ചെയ്തുകൊണ്ട് ഒരു റിമൈൻഡർ ബോർഡ് ഉണ്ടാക്കിയാലോ? ഇതിന് സി ഡി മാത്രം പോരാ, കുറച്ച് കാർഡ്ബോർഡ് പീസും കൂടെ വേണം. അപ്പം ഞാനിവിടെ 2 കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി അത് കളേർഡാണ്. നിങ്ങൾക്ക് കയ്യിൽ നോർമൽ കാർഡ്ബോർഡ് ആണെങ്കിൽ ഒന്ന് കളർ ചെയ്തിട്ടോ അല്ലെങ്കിൽ പേപ്പർ കവർ ചെയ്തിട്ടോ എടുക്കാം. അതിലൊരെണ്ണം ഇതുപോലെ മടക്കിയെടുക്കാം. എന്നിട്ട് മറ്റൊരെണ്ണം ഇതിൻ്റെ അടിയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇതൊന്ന് ഒട്ടി സെറ്റാവുന്ന നേരം കൊണ്ട് നമുക്ക് സി ഡി ഒന്ന് അടിപൊളിയാക്കാം. അപ്പോൾ സി ഡിയിൽ നമുക്കൊരു സിമ്പിളായിട്ടുള്ളൊരു ഡ്രോയിങ് ചെയ്യാം. നമ്മൾ സ്റ്റഡി ടേബിളിൽ വെക്കുമ്പോൾ കുറച്ചൊരു മെനയൊക്കെ വേണ്ടേ? ഇതേ സി ഡി എടുത്തിട്ടുണ്ട്. ഞാനൊരു സ്കിൻ കളറാണ് ഇതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഇതുപോലെ ബ്രഷിൽ കുറച്ച് അപ്ലൈ ചെയ്തിട്ട് പിന്നെ സ്പോഞ്ച് വെച്ചിട്ട് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. ദേ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഒരു കോട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇനി ഒരു ഗ്രീൻ കളർ എടുക്കുക. താഴേന്ന് മുകളിലോട്ടേക്ക് കുറേ വരകളിട്ട് കൊടുക്കുക. ദേ ഞാൻ ഈ കാണിക്കുന്നത് പോലെ കുറേ വരകൾ താഴേന്ന് മുകളിലോട്ടേക്ക് ഇട്ട് കൊടുക്കുക. കുറേ നേരം താഴേന്ന് മുകളിലോട്ടേക്ക് ഇട്ടെടുത്താൽ പിന്നെ കുറച്ച് വരകൾ മുകളിൽ നിന്ന് താഴോട്ടേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഡ്രോയിങ് വളരെ സിമ്പിളാണ്. കുറേ വരകൾ ഇങ്ങനെ മുകളിൽ നിന്ന് താഴോട്ടേക്കും താഴേന്ന് മുകളിലോട്ടൊക്കെ ഇട്ടതിന് ശേഷം ഇനി നമുക്ക് യെല്ലോ കളർ എടുത്തിട്ട് വീണ്ടും ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. യെല്ലോ എടുക്കുക, ഇതുപോലെ തന്നെ താഴേന്ന് മുകളിലോട്ടേക്കും മുകളിൽ നിന്ന് താഴോട്ടേക്കൊക്കെ നമ്മളിങ്ങനെ വീണ്ടും ഇതുപോലെ വരകളിട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു പരിപാടികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു ഗ്രാസ് പോലെ നമുക്ക് തോന്നുന്നില്ലേ? എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രാസ് ഓക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് ഫ്ലവറാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കളർ എടുക്കാം. അപ്പോൾ ബാക്കിയൊക്കെ ഇത്തിരി ലൈറ്റ് ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ബ്രൈറ്റ് കളർ തന്നെ നോക്കിയെടുക്കാം. ഞാനിവിടെ ഒരു റെഡ് അല്ല പിങ്ക് അല്ലാത്തൊരു കളറാണ് എടുത്തത്. അപ്പോൾ അതെടുത്ത് ഇങ്ങനെ കുത്തി കൊടുക്കുക. ഓരോരോ ഗ്രാസിൻ്റെ മുകളിലായിട്ട് കണ്ടമാനം ഫ്ലവേഴ്സ് ഇങ്ങനെ കുത്തി കൊടുക്കുക. ഏകദേശം ആ ഒരു സി ഡിയുടെ 3/4 ഭാഗം ഫ്ലവർ ആയിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇപ്പം മനസ്സിലായില്ലേ പെയിൻറ്റിങ് ഇത്ര എളുപ്പമായിരുന്നു എന്ന്? ദേ നമ്മുടെ പെയിൻറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് റിമൈൻഡ് മീ എന്ന് എഴുതി കൊടുക്കാം. ഇത് ആക്ച്വലി വേണമെന്നില്ല, ഞാനൊന്ന് എഴുതി കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ശരിക്കും റിമൈൻഡ് മീ ഇതിൻ്റെ മുകളിലാണ് എഴുതി കൊടുക്കേണ്ടത്. ഇതിപ്പോൾ ഒട്ടി സെറ്റായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. കട്ടർ ബ്ലേഡ് വെച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ വീതിക്കൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മുടെ ആ ഒരു സി ഡി ഉണ്ടല്ലോ അത് ഇതിനകത്തേക്ക് ഇറക്കി വെക്കണം. അതിനു മുമ്പായിട്ട് നമുക്ക് റിമൈൻഡ് മീ എന്ന് ഇതുപോലെ എഴുതിയിട്ട് അതിൻ്റെ മുകളിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ സി ഡി എടുക്കാം. നേരത്തെ കട്ട് ചെയ്ത ആ ഗ്യാപ്പിൻ്റെ അകത്തോട്ട് സി ഡി കയറ്റി കൊടുക്കാം. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഇറക്കി വെച്ച് കൊടുക്കേണ്ട സി ഡി കുറച്ച് പോർഷൻ ദേ ഇതുപോലെ ഒന്ന് കയറ്റി കൊടുക്കുക. അപ്പോൾ അവിടെ ഫിക്സ് ആയിട്ട് നിന്നോളും. ദേ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ക്ലിപ്പ് എടുക്കുക. ഇതിൻ്റെ ഏറ്റവും മുകളിലായി ക്ലിപ്പ് ചെയ്യുക. അപ്പോൾ ക്ലിപ്പ് എന്തിനാണെന്ന് മനസ്സിലായില്ലേ? നമുക്ക് എന്താണ് നാളെ ചെയ്യേണ്ടതെന്ന് ഓർമ്മിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് ഒരു റിമൈൻഡ് മീ ബോർഡ് നമ്മൾ സെറ്റ് ചെയ്തത്. അപ്പോൾ നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു പേപ്പറിൽ എഴുതി വെക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ക്ലിപ്പ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത് നമ്മുടെ സ്റ്റഡി ടേബിളിൽ ഇരിക്കുമ്പോൾ നമ്മൾ എന്തായാലും നോക്കാതിരിക്കില്ല. അപ്പോൾ നമുക്ക് ഓർമ്മ വന്നോളൂ എന്താണ് നാളെ ചെയ്യേണ്ടതെന്ന്. ഇതുപോലെ ഒരു പേപ്പറിൽ നമുക്ക് നാളെ ചെയ്യേണ്ടത് മറ്റന്നാൾ ചെയ്യേണ്ടതൊക്കെ ഉള്ള കാര്യങ്ങൾ ഇതുപോലെ നോട്ട് ചെയ്തിട്ട് ഇവിടെ ഒന്ന് ക്ലിപ്പ് ചെയ്ത് വെച്ചാൽ മതി. ഈ സംഭവം എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമല്ലോ. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. താഴെ വെക്കുന്ന കാർഡ്ബോർഡ് അധികം തിക്കില്ലാത്തതാണെങ്കിൽ ബാക്ക് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു കാർഡ്ബോർഡ് ബാഗിൽ കൂടെ വെക്കണം കേട്ടോ. അപ്പോൾ എൻ്റെത് നല്ല തിക്കുള്ള കാർഡ്ബോർഡാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ചാനൽ ഇഷ്ടമല്ലെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ഇനിയും ഇതുപോലുള്ള വീഡിയോസൊക്കെ കാണാലോ. അടിപൊളി വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.